നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന ഗൾഫ് രാഷ്ട്രമാണ് സൗദി. കുറ്റകൃത്യങ്ങൾ ഒരു തരത്തിലും ഇവിടെ വെച്ചു പൊറുപ്പിക്കില്ല. ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിലും നിയമലംഘനങ്ങളിലും ഏർപ്പെടുന്നവർക്ക് പരമാവധി ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു. സൗദിയിൽ പ്രധാനമന്ത്രിയായി മുഹമ്മദ് ബിൻ സൽമാൻ എത്തിയതിന് പിന്നാലെ വലിയ മാറ്റങ്ങളാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൊതുജനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് സൗദി. രാജ്യത്ത് സുരക്ഷാ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കേണ്ട സ്ഥലങ്ങൾ ആഭ്യന്തര മന്ത്രാലയം നിർണയിച്ചു. സ്വകാര്യത ലംഘിക്കുന്ന 10 സ്ഥലങ്ങളിൽ ഒഴികെ എല്ലായിടത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് മന്ത്രാലയം വ്യവസ്ഥ ചെയ്യുന്നത്. ക്യാമറകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിരവധി നിയന്ത്രണങ്ങളും പുതിയ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യത ലംഘിക്കുന്ന 10 സ്ഥലങ്ങളിൽ ഒഴികെ എല്ലായിടത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനാണ് പുതിയ തീരുമാനം. സുരക്ഷാ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന നിബന്ധന സൗദിയിലുടനീളം നടപ്പാക്കാൻ മന്ത്രിസഭ അടുത്തിടെ തീരുമാനിക്കുകയുണ്ടായി. ഇതിന്റെ തുടർച്ചയായാണ് ക്യാമറകൾ സ്ഥാപിക്കാൻ അനുവാദമുള്ളതും ഇല്ലാത്തതുമായ സ്ഥലങ്ങൾ ആഭ്യന്തര മന്ത്രാലയം നിർണയിച്ചിരിക്കുന്നത്. ആശുപത്രികളിലെ പരിശോധനാ മുറികൾ, കിടത്തി ചികിത്സിക്കുന്ന സ്ഥലങ്ങൾ, ഫിസിയോതെറാപ്പി സെന്റർ, വസ്ത്രങ്ങൾ മാറാനുള്ള സ്ഥലങ്ങൾ, ടോയ്ലറ്റുകൾ, വനിതാ സലൂണുകൾ, വനിതാ ക്ലബ്ബുകൾ, ടൂറിസ്റ്റുകൾക്കുള്ള പാർപ്പിട യൂണിറ്റുകൾ, ഓപ്പറേഷൻ തിയേറ്ററുകൾ, സ്വകാര്യ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് മന്ത്രാലയം വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പാർപ്പിട കെട്ടിടങ്ങളും ഷോപ്പിംഗ് സെന്ററുകളും ഉൾപ്പെടെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം പ്രത്യേകമായ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തന്നെ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിക്കുന്നുണ്ട്. മന്ത്രാലയത്തിന്റെയോ ജുഡീഷ്യറിയുടെയോ ഉത്തരവോ അല്ലെങ്കിൽ അംഗീകൃത അന്വേഷണ അതോറിറ്റിയുടെ അഭ്യർത്ഥനയോ ഇല്ലാതെ റെക്കോർഡ് ചെയ്ത ക്യാമറ ദൃശ്യങ്ങൾ കൈമാറുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യാൻ പാടില്ല. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥാപിക്കുന്ന ഓരോ CCTV ഉപകരണങ്ങൾക്കും ഓരോ നിരീക്ഷണ ക്യാമറയ്ക്കും 500 റിയാൽ വീതം പിഴ ചുമത്തും. വ്യവസ്ഥകൾ പാലിച്ച് സ്ഥാപിക്കാത്തതിനും പ്രദേശം CCTV നിരീക്ഷണത്തിലാണ് എന്ന് അറിയിക്കുന്ന ബോർഡ് സ്ഥാപിക്കാത്തതിനും ഓരോ ക്യാമറയ്ക്കും 1000 റിയാൽ തോതിലും പിഴ ചുമത്തും. CCTV റെക്കോർഡുകൾ സൂക്ഷിക്കാത്തതിന് 5000 റിയാലും, നിരോധിത സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചാൽ 10000 റിയാലും, നിയമവിരുദ്ധമായി റെക്കോർഡുകൾ നീക്കം ചെയ്യുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കും CCTV സംവിധാനവും റെക്കോർഡുകളും നശിപ്പിക്കുന്നവർക്കും 20,000 റിയാൽ തോതിലും പിഴ ചുമത്തുമെന്നാണ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. അതുപോലെ സൗദിയുടെ വികസനം ലക്ഷ്യമിട്ട വമ്പൻ നീക്കങ്ങളാണ് മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അധികാരത്തിലേറെ പിന്നാലെ രാജ്യത്തെ നേട്ടങ്ങളുടെയും വികസനത്തിന്റെയും നെറുകയിൽ എത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. രാജ്യത്തെ 12 നഗരങ്ങളിൽ വൻ വികസനം സാധ്യമാക്കുന്ന സൗദി ഡൗൺ ടൗൺ കമ്പനി മുഹമ്മദ് ബിൻ സൽമാൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. സ്വകാര്യ മേഖലയ്ക്ക് പുതിയ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും തദ്ദേശീയർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പദ്ധതികൾ സഹായകമാകും. സ്വകാര്യ മേഖലയിലേക്ക് അവസരങ്ങൾ എത്തുമ്പോൾ അത് പ്രവാസികൾക്ക് കൂടിയാണ് പ്രയോജനപ്പെടുക. മദീന, അൽ ഖോബാർ, അൽ അഹ്സ, ബുറൈദ, നജ്റാൻ, ജിസാൻ, ഹായിൽ, അൽ ബാഹ, അറാർ, തായിഫ്, ദൗമത്തുൽ ജണ്ടൽ, തബൂക്ക് എന്നിവിടങ്ങളിൽ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് 10 ലക്ഷം ചതുരശ്ര മീറ്ററിൽ നഗരവികസനം നടപ്പാക്കുകയാണ് കമ്പനിയുടെ പ്രഥമ ലക്ഷ്യം. എന്തായാലും വളരെ സുപ്രധാനമായ മാറ്റങ്ങളാണ് സൗദിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.